ഉണ്ണിബാലകൃഷ്ണൻ ഇപ്പോൾ അവിടെയുള്ള മലയാളി പറഞ്ഞതുപോലെ തന്നെ രണ്ട് ടീമുകൾ ശത്രുക്കളായ രണ്ട് ടീമുകളാണ്. അത്ര വാശിയേറിയ മത്സരം നടക്കേണ്ടത്. ആ മത്സരം തന്നെ ഉപേക്ഷിച്ച് അതിലെ ആരാധകരും കളിക്കാരും എല്ലാം തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. നിശ്ചയമായും രാജ്യം മുഴുവൻ വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണല്ലോ കൽക്കത്തയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ സ്മൃതി, ഈ സംഭവം എന്ന് പറയുന്നത് അടിമുടി ദുരൂഹമാണ് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം? എത്ര ഇൻസെൻസിറ്റീവായിട്ടാണ് ഒരു ഭരണകൂടം, ഒരു ഭരണ സംവിധാനം ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ മരണത്തോട് സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ എപ്പോഴാണ് ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ ഒന്ന് ശക്തമായത്? അതിനൊരു കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു. കഴിഞ്ഞ ആഗസ്റ്റ് 13, അതായത് ഈ മാസം 13-ാം തീയതി കൊൽക്കത്ത ഹൈക്കോടതി നേരിട്ട് ഇടപെടുകയാണ്. എന്താണ് അവരുടെ നിരീക്ഷണം? അവർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഇവിടെ അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ല എന്ന് മാത്രവുമല്ല, ഈ ഭരണ സംവിധാനം എന്ന് പറയുന്നത് വേട്ടക്കാരനോടൊപ്പമാണ്, ഇരയ്ക്കൊപ്പമോ ഇരയുടെ ഫാമിലിക്കൊപ്പമോ അല്ല എന്നുകൂടിയാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് അവരിത് CBI അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ മുതലാണ് യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ശരിയാവണ്ണം പുരോഗമിച്ചു തുടങ്ങിയത്. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ നമ്മളൊന്ന് വിശദമായി പരിശോധിച്ച് തന്നെ പോകണം. ഈ സംഭവം ഉണ്ടാകുന്നത് ആഗസ്റ്റ് 9-നാണ്. ആഗസ്റ്റ് 9-ന് ഈ പെൺകുട്ടിയുടെ മരണം സംഭവിക്കുന്നു. അതെവിടെയാണ് സംഭവിക്കുന്നത്? അതൊരു ഹോസ്പിറ്റലിനുള്ളിലാണ് സംഭവിക്കുന്നത്, അല്ലേ? ആ ഹോസ്പിറ്റലിലെ ഒരു സെമിനാർ ഹാളിലാണ് ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്നതായി കാണുന്നത്. നമുക്കറിയാലോ, നമ്മളൊന്നും വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സ് ഒന്നും അല്ല. പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്ത് ഒരാൾ മരിച്ചു കിടന്നാൽ അത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്ന് സാമാന്യ ബോധത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ ഇപ്പോൾ ഡോക്ടർമാരാണ് ആദ്യം ഈ കണ്ടെത്തിയിരിക്കുന്നത്. എന്നിട്ട് എന്താ കണ്ടെത്തിയത്? ആ മൃതദേഹത്തിൽ 11 മുറിവുകളുണ്ട് സ്മൃതി. അതായത് ഇടത്തെ കാലിൽ, കഴുത്തിൽ, വലത്തെ കൈയിലൊക്കെ ആയിട്ട് ആഴത്തിൽ 11 മുറിവുകൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം. അതുകൂടാതെ കണ്ണിൽ നിന്നും അതുപോലെ തന്നെ വായിൽ നിന്നും രക്തം വന്നുകൊണ്ടിരിക്കുന്നു. അർദ്ധനഗ്നയാണ് ഈ പെൺകുട്ടി. നോക്കൂ, ഒരു ഡോക്ടർമാരുടെ സംഘമാണ് ഇവരെ ആദ്യം കണ്ടെത്തുന്നത്. അവർ കണ്ടെത്തിയതിനു ശേഷം വളരെ പെട്ടെന്ന് പോലീസ് എത്തുന്നു. പോലീസ് എന്താ പറയുന്നത്? ഇതൊരു ആത്മഹത്യയാണ് എന്നാണ് പറയുന്നത്. ഈ ആത്മഹത്യാ സിദ്ധാന്തം ആദ്യം തന്നെ അവതരിപ്പിക്കുന്നു. അതാണ് ഈ രക്ഷിതാക്കളോട് പറയുന്നത്, ആത്മഹത്യയാണ്, നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. വേറൊരു ശ്രമം കൂടി നടന്നു കേട്ടോ. ഈ പെൺകുട്ടിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി നടന്നു. അവരുടെ ബാഗിൽ നിന്ന് ചില മരുന്നുകൾ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നത് അവർ ഒരു രോഗത്തിനും അടിമയല്ല, ഒരു പ്രശ്നം അവർക്കില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ദുർഗാഷ്ടമിക്ക് വലിയ പൂജയും ആഘോഷവും അവരവരുടെ വീട്ടിൽ സംവിധാനം ചെയ്തിരുന്നു. ഈ പെൺകുട്ടി വളരെ സാധാരണ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും തയ്യൽ തൊഴിലാളികളാണ്. ആ തയ്യൽ തൊഴിലാളികളുടെ ഏക മകളാണ് ഈ പെൺകുട്ടി. വളരെ കഷ്ടപ്പെട്ടാണ് ഈ പെൺകുട്ടി പഠിച്ചിരിക്കുന്നത്. വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലാണ്. അവർ ആ ഹോസ്പിറ്റലിനെ വിളിക്കുന്നതിൻ്റെ സെക്കൻഡ് ഹോം എന്നാണ്. ഗോൾഡ് മെഡൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിയാണ്, വിദ്യാർത്ഥിനിയാണ്. അവരെക്കുറിച്ച് വളരെ മതിപ്പാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും. അങ്ങനെ ഒരു പെൺകുട്ടി. അത് മാത്രമല്ല, ഈ ഓഗസ്റ്റ് 9-ൻ്റെ സവിശേഷത ഈ ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് വെള്ളി കിട്ടിയ, ജാവലിൻ ത്രോയിൽ വെള്ളി കിട്ടിയ ദിവസമാണ്. അപ്പോൾ അതൊക്കെ TV-യിൽ കണ്ട് വലിയ ആഘോഷത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ പെൺകുട്ടി അല്പസമയം ഉറങ്ങാൻ വേണ്ടിയിട്ട് ഈ സെമിനാർ ഹാളിലേക്ക് പോകുന്നത്. എന്തുകൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നത്? 36 മണിക്കൂറായിട്ട് ഓൺ കോൾ ഡ്യൂട്ടിയിലാണ് ഈ പെൺകുട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 36 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി അല്പം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. അവിടെയാണ് ഈ മരണം നടക്കുന്നത്. 1 മണിക്കാണ് ആ സെമിനാർ ഹാളിലേക്ക് പോകുന്നത്. 3 മണിക്ക് അവിടെ ഒരു നഴ്സ് ഈ പെൺകുട്ടിയെ പോയി കണ്ടിട്ടൊരു പ്രിസ്ക്രിപ്ഷൻ ലിസ്റ്റിൽ അവരുടെ സൈൻ വാങ്ങിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 3:30-നും 5 മണിക്കും ഇടയ്ക്ക് ഈ മരണം സംഭവിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, 1 മണിക്ക് ഓൺ കോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഇതിനിടയിൽ ആരും തന്നെ ഇവരെവിടെയും അന്വേഷിച്ചിട്ടില്ല. ഒരു ഡോക്ടറാണ്, ഓൺ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ആ പർട്ടിക്കുലർ ഡേയിൽ ആ സെമിനാർ ഹാളിലെ CCTV വർക്ക് ചെയ്തിട്ടില്ല. ഇനി ആ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ സന്ദീപ് ഘോഷ്, ആ സന്ദീപ് ഘോഷിൻ്റെ പ്രതികരണം എന്തായിരുന്നു? ആദ്യത്തെ പ്രതികരണം, ഇവരെന്തിനാണ് ഈ സെമിനാർ ഹാളിൽ പോയി കിടന്ന് ഉറങ്ങിയത് എന്നാണ്. ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്, അത് കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ. അത് അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഈ സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന കഥാപാത്രം പറഞ്ഞ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി എന്തിനാണ് ആ സെമിനാർ ഹാളിൽ പോയി കിടന്ന് ഉറങ്ങിയതെന്നാണ്. ഈ സന്ദീപ് ഘോഷിന് ഒരു ചരിത്രമുണ്ട് കേട്ടോ. വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരാളാണ് ഇയാൾക്ക് ഭയങ്കര രാഷ്ട്രീയ സ്വാധീനമാണ്. 2023 ജൂണിൽ സന്ദീപ് ഘോഷിനെ ഈ പറയുന്ന RG കർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. മുർഷിദാബാദിലെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അയാൾ കഥ എഴുതുകയാണെന്നൊരു സിനിമയുണ്ടല്ലോ. ആ സിനിമയിൽ ഒരു വില്ലേജ് ഓഫീസറിനെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അടുത്ത വില്ലേജ് ഓഫീസറായിട്ട് ഈ ശ്രീനിവാസം വരുമ്പോൾ അവിടെ നടക്കുന്ന സ്ഥല നാടകീയ രംഗങ്ങളുണ്ടല്ലോ. ഈ സെയിം തിങ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ പ്രിൻസിപ്പളിൻ്റെ റൂം അങ്ങ് ലോക്ക് ചെയ്തു. എന്നിട്ട് അവിടെ പുതുതായി ചാർജ് എടുക്കാൻ വരുന്ന ആളെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചില്ല. 48 മണിക്കൂറിനുള്ളിൽ ഈ സന്ദീപ് ഘോഷിനെ സർക്കാർ റീഇൻസ്റ്റേറ്റ്
റീഅഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഈ പഴയ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആളെ തിരിച്ച് പഴയ സ്ഥലത്തേക്ക് തന്നെ വിട്ടു. ഇത് 2023 ജൂണിൽ, അതായത് കഴിഞ്ഞ വർഷം ജൂണിൽ നടന്നൊരു കാര്യമാണ്. അതേ വർഷം സെപ്റ്റംബറിൽ ഇയാളെ വീണ്ടും ട്രാൻസ്ഫർ ചെയ്തു. വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത എന്താ കാര്യം? അവിടെ ഒരു റാഗിംഗ് റിലേറ്റഡ് കേസ് ഉണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ ട്രാൻസ്ഫർ ചെയ്തപ്പോഴത്തേക്കും അവിടെ TMCയുടെ, അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന വലിയ പ്രതിഷേധമുണ്ടാക്കുകയും 1 മാസം കൊണ്ട് അയാളെ വീണ്ടും അവിടെ തന്നെ പുനഃസ്ഥാപിച്ചു. അയാളെ പുനഃസ്ഥാപിച്ചു എന്ന് മാത്രമല്ല, അയാൾക്കെതിരായിട്ട് പരാതി പറഞ്ഞ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ആ അർത്ഥത്തിൽ ഇയാൾക്ക് വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, TMC ആയിട്ട് വെൽ കണക്റ്റഡ് ആണ്. ഇയാൾ വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളുമാണ്. അവിടെ ഈ പ്രശ്നം തീരുന്നില്ല. അപ്പം അങ്ങനെ ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ് പോലും എപ്പോഴാണ് എടുക്കുന്നതെന്നറിയോ? ഹൈക്കോടതി ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രിൻസിപ്പളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാത്തത് ഇത്രയും നാളായിട്ടെന്ന്. എന്ന് മാത്രമല്ല, ഈ സംഭവം ഉണ്ടായതിനു ശേഷം സന്ദീപ് ഘോഷ് ഉടനെ രാജിവെച്ചു. സന്ദീപ് ഘോഷ് രാജിവെച്ചപ്പോൾ സർക്കാർ എന്താ ചെയ്തതെന്നറിയാവോ? രാജി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്തൊരു ബന്ധമാണെന്ന് ആലോചിച്ചു. നാഷണൽ മെഡിക്കൽ കോളേജിൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം പിന്നെ അതിനുശേഷം ഹൈക്കോടതിയാണ് പറഞ്ഞത് നിങ്ങൾ എക്സ്റ്റൻഡഡ് ലീവിൽ പോകാൻ പറഞ്ഞു. എന്നിട്ടാണ് ഹൈക്കോടതി ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇയാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല എന്നുള്ളത്. ഈ സന്ദീപ് ഘോഷിന്റെ വലങ്കയാണ് കേട്ടോ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സഞ്ജയ് റോയ് എന്ന് പറയുന്ന കഥാപാത്രം. അങ്ങേറ്റം ഡ്യൂബിയസ് ആണ് ഈ സഞ്ജയ് റോയ്. 2019 അവിടുത്തെ ഈ ദേശീയ ദുരന്ത നിവാരണ സംഘടനയിൽ ഇയാൾ ചേരുന്നു. ഇയാളൊരു സിവിക് വോളണ്ടിയർ ആണെന്നാണ് പറയുന്നത്, സന്നദ്ധ പ്രവർത്തകൻ ആണെന്നാണ് പറയുന്നത്. 2019 ഇയാൾ അവിടെ ചേർന്നതിന് ശേഷം അയാൾ വളരെ സാവധാനത്തിൽ കൊൽക്കത്ത പോലീസ് വിങ്ങിൻ്റെ വെൽഫെയർ വിങ്ങിലേക്ക് ഒരു ജോലി സംഘടിപ്പിക്കുന്നു. അവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥനൊന്നും അല്ല കേട്ടോ. അയാൾ ആ സെല്ലിലേക്ക് മാറുന്നു. അതിനുശേഷം അയാൾ ഈ പറയുന്ന മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു, ഈ RJ കർ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു. അവിടെ ഇയാൾക്കുള്ള സ്വാധീനം വളരെ വളരെ വലുതാണത്രേ. അയാൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും കടന്നില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അയാൾ അവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നതിനടക്കം പൈസ വാങ്ങിക്കുന്നുണ്ട്. ഉള്ള എല്ലാ ഇറഗുലാരിറ്റീസിനും അയാൾ കൂടെ നിൽക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇയാളെ അവിടെയുള്ള ആളുകൾക്കൊക്കെ ഭയമാണ്. അങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അവിടുത്തെ ലോക്കൽ മീഡിയ റിപ്പോർട്ട് ചെയ്തതായിട്ട് ചില നാഷണൽ മീഡിയ പറയുന്നത് ഇയാൾക്ക് ഈ നെക്രോഫീലിയ എന്ന് പറയുന്ന അസുഖമുണ്ട്, ടോർച്ചർ ഇയാളുടെ ഒരു രീതിയാണ്, എക്സ്ട്രോഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ഈ CBI അന്വേഷണ സംഘത്തിലേക്ക് ഈ പറയുന്ന സൈക്കോ അനലിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഈ സൈക്കോ അനലിസ്റ്റുകളാണ് ഇപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ നെക്രോഫീലിയ എന്ന് പറഞ്ഞാൽ? ജഡരതി എന്നാണ് പറയുക, ശവരതിയാണ്. ജഡങ്ങളുമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന ഒരു സ്വഭാവം കൂടി ഇയാൾക്കുണ്ടെന്നൊക്കെ ലോക്കൽ മീഡിയ പറയുന്നത്, ചില നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CBIയുടെ അന്വേഷണം ആ നിലയ്ക്ക് കൂടി പോകുന്നുണ്ട്. ഇയാളുടെ പുറത്തേക്ക് പോകുന്ന ആ CCTV ദൃശ്യം ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പേരൻസ് എന്താ പറയുന്നത്? ഇവർക്കെതിരായിട്ട്, ഈ പറയുന്ന പെൺകുട്ടിക്കെതിരായിട്ടൊരു നീക്കം വളരെ ശക്തമായിരുന്നു എന്നും അവിടെ ഈ പറയുന്ന ഒരാൾ മാത്രമല്ല ഈ ക്രൈമിൻ്റെ പിന്നിലുള്ളത്, അതിനകത്തൊരു സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും ഈ പേരൻസ് പറയുന്നുണ്ട്. പേരൻസിന് 30 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ CBIക്ക്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന വളരെ ഡ്യൂബിയസ് ആയൊരു പ്രിൻസിപ്പിൾ, അതേപോലെ സഞ്ജയ് റോയ് എന്ന് പറയുന്ന വളരെ ഡ്യൂബിയസ് ആയൊരു ക്യാരക്ടർ, അയാൾക്ക് ഒരു യാതൊരു ചുമതലയും സംവിധാനത്തില്ല, പക്ഷേ എല്ലാത്തിൻ്റെ ചുമതലക്കാരാണ്. ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടി മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം പാർക്കിംഗ് ലോട്ടിൽ ഇവരുടെ കാറ് ഡാമേജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോഴും വളരെ അനാസ്ഥയോടുകൂടി പോലീസ് എന്താ ചെയ്തത്? ഇതൊരു ആത്മഹത്യയാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രവുമല്ല, സുബർണ ഗോസ്വാമി എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട് അവിടെ, അവരൊരു പബ്ലിക് ഹെൽത്ത് ആക്ടിവിസ്റ്റ് കൂടിയാണ്. അവരോട് ഈ പേരൻസ് പറഞ്ഞിരിക്കുന്നത്, വളരെ മുതിർന്നൊരു പോലീസ് ഓഫീസർ ചെന്നിട്ട് ഈ രക്ഷിതാക്കളോട് പറഞ്ഞു, അതായത് ക്രിമേഷൻ നടന്നിട്ടില്ല കേട്ടോ, ബോഡി ക്രിമേറ്റ് ചെയ്തിട്ടില്ല, അതിനു മുമ്പ് പറഞ്ഞു നല്ലൊരു തുക അങ്ങോട്ട് തരും, ഇത് നമുക്ക് സെറ്റിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് അങ്ങേറ്റം ദുരൂഹമായൊരു സാഹചര്യമാണ്. ഇത് ആർക്കാണ് മനസ്സിലാകാത്ത? പക്ഷേ എന്തുകൊണ്ട് ഈ പറയുന്ന സർക്കാർ ഇതിനകത്ത് ആക്ട് ചെയ്യുന്നില്ല? വലിയ ശക്തമായ സ്വാധീനം, വളരെ വളരെ ശക്തമായൊരു സ്വാധീനം ആരൊക്കെയോ പിന്നിൽ നിന്ന് ചെലുത്തുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നിരിക്കുന്നത്, ഈ പെൺകുട്ടിക്ക് അവിടുത്തെ ചില ഇല്ലിസിറ്റ് ആക്ടിവിറ്റീസ് അറിയാമായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകളുടെ ഉദ്ദേശം ലൈംഗികമായി പീഡിപ്പിക്കുക എന്നതായിരിക്കണമെന്നില്ല എന്നൊരു അനുമാനമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഭാഗമായി അത് സംഭവിച്ചിട്ടുണ്ടാകാം. ആ ലൈംഗിക പീഡനം നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം മർഡർ നടന്നു. ഈ പെൺകുട്ടി അവിടുത്തെ ചില ഡ്രഗ് മാഫിയ നടത്തുന്ന പ്രശ്നങ്ങളിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഒരു ഡ്രഗ് മാഫിയ ഈ പറയുന്ന മെഡിക്കൽ കോളേജിനെ സ്വാധീനം ചെലുത്തിയിരുന്നു. അവിടെ ഈ സന്ദീപ് ഘോഷ് അടക്കമുള്ള ആളുകൾ ആ ഡ്രഗ് മാഫിയയുടെ ആളുകളായിരുന്നു. അവർ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ പെൺകുട്ടി അന്വേഷിച്ചിരുന്നു. ഇവരൊരു വളരെ അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, 31 years old. പക്ഷേ ഒരു നല്ല കുട്ടിയാണ്, നല്ല വിദ്യാർത്ഥിനിയാണ്, പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കുമെന്നേ. ഇങ്ങനെയൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് വളർന്നു വരുന്ന ആളുകൾക്ക് സാമൂഹ്യ പ്രതിബദ്ധത വർദ്ധിക്കും, സ്വാഭാവികമാണത്. അങ്ങനെ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെയാണ് ഈ പറയുന്ന ഡ്രഗ് മാഫിയയുമായിട്ട് ഇത് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവരുടെ രക്ഷിതാക്കൾ സംശയിക്കുന്നത് പോലെ ഒരു നെറ്റ്വർക്ക് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഈ സഞ്ജയ് റോയിൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല. അത് കൃത്യമായി
കൃത്യമായിട്ട് ഈ പ്രിൻസിപ്പളിന് അറിയാം സഞ്ജയ് റോയ് ഒരാൾ മാത്രമാണ്, എന്നാൽ അതിന് പിന്നിൽ വളരെ ശക്തമായൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഒരു പക്ഷേ ഈ പറയുന്ന അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് ഈ പറയുന്ന സന്ദീപ് ഘോഷിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഒരു ഘടകമായിരിക്കുമ്പോൾ തന്നെ ഈ ഡ്രഗ് മാഫിയയ്ക്ക് കൂടി വലിയ റോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എത്ര അപകടകരമായൊരു സാഹചര്യമാണ്. ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളൂ കേട്ടോ, ഈ വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മമതാ ബാനർജിയുടെ കയ്യിലാണ് ഈ പ്രധാനപ്പെട്ട 2 വകുപ്പുകളും ഇരിക്കുന്നത്. ആഭ്യന്തരം ഭരിക്കുന്നത് മമതാ ബാനർജിയാണ്, പോലീസ് മമതാ ബാനർജിയുടെ കയ്യിലാണ്. സ്വാഭാവികമായിട്ടും പോലീസിന് ഒരു ഡിഫെയിം ഉണ്ടാകുന്ന കാര്യത്തിനകത്ത് അവർ ഇടപെടും. 2 ആരോഗ്യ വകുപ്പും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മമതാ ബാനർജിയാണ്. അപ്പം 2 വകുപ്പുകളാണ് ഇപ്പം പശ്ചിമ ബംഗാളിൽ വലിയ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മെഡിക്കൽ കോളേജുകളെല്ലാം ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ ആ ആരോഗ്യ വകുപ്പിനെതിരായിട്ടാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അത് മമതാ ബാനർജി ഭരിച്ചുകൊണ്ടിരിക്കുന്ന വകുപ്പാണ്. പ്ലസ് ഈ പറയുന്ന വലിയ രീതിയിൽ വീഴ്ചകൾ, വലിയ ലൂപ്പ് ഹോൾസ് ഉണ്ടെന്നേ. ഇപ്പോൾ CBI ഇപ്പം വന്ന് വളരെ ശക്തമായിട്ട് ഈ അന്വേഷണം നടത്തുന്നുണ്ട്. അവരിന്നിപ്പം ഈ 3D ഇമേജിങ്ങും 3D മാപ്പിങ്ങും ഒക്കെ നടത്തുന്നുണ്ട്. പല രീതിയിലുള്ള അന്വേഷണങ്ങൾ അവർ വികസിപ്പിക്കുന്നുണ്ട്. 5 ദിവസമായിട്ടുള്ള അവർ ഈ പറയുന്ന അന്വേഷണത്തിലേക്ക് വന്നിട്ട് ഉള്ളത്. അത് തന്നെ ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരം നിർദ്ദേശപ്രകാരമാണ് വന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നു. സുപ്രീം കോടതി സുവോമോട്ടോ കേസെടുത്തിരിക്കുകയാണ്. അതിപ്പോൾ ചൊവ്വാഴ്ച ഹിയറിംഗാണ് വെച്ചിരിക്കുകയാണ്. 20-ാം തീയതി അത് അവർ കേൾക്കാൻ പോവുകയാണ്. 2 കോടതികൾ, രാജ്യത്തെ പ്രധാനപ്പെട്ട 2 കോടതികൾക്ക് ഇടപെടേണ്ടി വന്നു. ഒരു രാജ്യം മുഴുവൻ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ സമരം തീർന്നിട്ടില്ല. ഇപ്പോൾ ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗാളിൽ തൽക്കാലത്തേക്ക് സമരമുണ്ട് എന്ന് മാത്രമാണ്. പക്ഷേ നാളെ രാവിലെ അതിശക്തമായി വീണ്ടും സമരം വരും. ഈ ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ മത്സരം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം പോലെ കേട്ടോ. അത്ര വലിയ വൈരാഗ്യത്തോടുകൂടിയാണ് ഏറ്റുമുട്ടൽ. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ ജനത അവിടെ ഒന്നായി നിൽക്കുന്നു. രാജ്യത്തുടനീളമുള്ള ആളുകൾ വളരെ ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയിരിക്കുന്നു. ഒരാൾ മാത്രം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സന്ദീപ് ഘോഷിനെ, അതായത് ഈ പ്രിൻസിപ്പളിനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയാളുടെ ടെലിഫോൺ റെക്കോർഡുകളെല്ലാം മാറ്റിയിട്ടുണ്ടാവും. എത്ര ദിവസം കഴിഞ്ഞു എന്നേ. ഓഗസ്റ്റ് 9-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ദിവസമായിട്ടില്ല. അതായത് ഏതാണ്ടൊരു 4-5 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എവിഡൻസ് എന്ന് പറയുന്നത്, ഈ പറയുന്ന എല്ലാ തെളിവുകളും നശിപ്പിക്കാനുള്ള സമയം ഈ പറയുന്ന പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് അത്ഭുതകരമല്ലേ, ആ സ്ഥലത്തെ CCTV മാത്രം ആ ഒരൊറ്റ ദിവസം വർക്ക് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. പോലീസിൻ്റെ ഇടപെടൽ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാനുള്ള ഇടപെടൽ വളരെ ഹരാസിംഗ് ആയിരുന്നു എന്നാണ് ആ പേരൻസ് പറയുന്നത്. അവർ പോയിട്ട് നിന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ ഡെഡ് ബോഡി കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം നടത്തി എത്രയും പെട്ടെന്ന് ഇത് ക്രിമേറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ട 2 തയ്യൽ തൊഴിലാളികൾ രാവിലെ മുതൽ രാത്രി വരെ അധ്വാനം ചെയ്ത് അവരുടെ ഒരു മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. ആ പെൺകുട്ടി അതിമിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയായിരിക്കുന്നു. ഒരു പക്ഷേ ഗോൾഡ് മെഡൽ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിനിയായിരിക്കുന്നു. കഷ്ടപ്പെട്ടൊരു വീട് വെച്ചു. അതിൻ്റെ കടം തീർത്തിട്ട് ഇപ്രാവശ്യം ഒക്ടോബറിൽ ഒരു വലിയ ദുർഗാപൂജയൊക്കെ നടത്തി വലിയ ആഘോഷം നടത്താൻ ഒരു പെൺകുട്ടി, വളരെ ചിയർഫുള്ളായൊരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഡിപ്രഷൻ രോഗിയാക്കി മാറ്റുക, ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുക, എന്നിട്ട് അതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ ശ്രമിക്കുക. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ നിയമത്തിൻ്റേതല്ലാത്ത, എന്ന് വെച്ചാൽ സ്വാധീനത്തിൻ്റേതായ പരിരക്ഷ നൽകുക, അവരെയൊക്കെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുക, അവർക്കൊക്കെ നല്ല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ഈ രീതിയിലൊരു സർക്കാർ, ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഇതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല കേട്ടോ. എല്ലാ വീടുകളിലും പെൺകുട്ടികളുണ്ട്. ആ പെൺമക്കളൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്നുണ്ട്. നാട്ടിൽ പഠിക്കുന്നുണ്ട്, അന്യനാട്ടിൽ പഠിക്കുന്നുണ്ട്. എല്ലാ വീട്ടിലെ ആളുകളുടെ, രക്ഷകർത്താക്കളുടെ ഒരു വേദനയാണ് ഈ പെൺകുട്ടിയുടെ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്യന്തം ഖേദകരമാണ് ഒരു രാജ്യത്തെ ഒരു സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. ഈ പ്രവൃത്തി എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ കൾപ്രിറ്റ്സിനെ പിടിക്കുക. അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല കേട്ടോ, കേന്ദ്ര സർക്കാരിനും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഈ 2 സർക്കാരുകളും ഇക്കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ മാതൃകാപരമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതികളെ ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. അത് ഈ രാജ്യത്തിൻ്റെ ഈ പറയുന്ന ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരെന്ന് പറയുന്നത് രാപ്പകലില്ലാതെ അധ്വാനം ചെയ്യുന്ന മനുഷ്യരാണ്. അവർക്ക് സേഫ്റ്റി ഇല്ല എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഈ രാജ്യത്ത് ആരോഗ്യ സംവിധാനം ഇവിടെ പോയി നിൽക്കും, നമ്മളുടെയൊക്കെ ജീവിതം ഇവിടെ പോയി നിൽക്കും. ഈ യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. അത് ഒട്ടും തന്നെ ചെറിയൊരു കാര്യമല്ല. അങ്ങേയറ്റം വേദനാജനകവും ലജ്ജാകരവുമായൊരു സംഭവത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധങ്ങൾ അണയാതിരിക്കട്ടെ. ഏറ്റവും അവസാന നിമിഷം വരെ ഈ പ്രതി പിടിക്കപ്പെടുന്നവരെ, അല്ലെങ്കിൽ പ്രതികൾ പിടിക്കപ്പെടുന്നത്, അതെ, നീതി ലഭിക്കുന്നത് വരെ ഈ രാജ്യം പ്രതിഷേധത്തിൽ തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.